മാർക്കും സൂസനും വിവാഹിതരായി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി സൂസന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. അവൾ ആഴത്തിലുള്ള നിരാശയിലേക്ക് വീണു. ജീവിതം ഇരുണ്ടതായി തോന്നി. ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഭയം അവളെ കീഴടക്കി. അപ്പോൾ മാർക്ക് അവളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടുപോകില്ല, നീ ഒറ്റയ്ക്കല്ല. കാഴ്ചയില്ലെങ്കിലും നമുക്ക് ജീവിതം തുടരാം. ഞാൻ നിന്നെ എല്ലാത്തിനും പ്രാപ്തയാക്കാം. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹം അവളെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബസ് കയറുന്നത് എങ്ങനെ, റോഡ് കിടക്കുന്നത് എങ്ങനെ, പടികൾ കയറുന്നത് എങ്ങനെ, ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ എല്ലാം സൂസനെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യിച്ചു. അവൾക്ക് ആത്മവിശ്വാസം വരുന്നത് വരെ അദ്ദേഹം കൂടെ നിന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും വൈകിയാണ് ഓഫീസിലെത്തുന്നത്, അതുകൊണ്ട് ഇനി മുതൽ നീ ഒറ്റയ്ക്ക് പോകണം. ഇത് കേട്ട് സൂസൻ ഒന്ന് ഭയന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ബസ്സിൽ കയറാൻ കഴിയില്ല, റോഡ് മുറിച്ചു കിടക്കാനും കഴിയില്ല. അപ്പോൾ മാർക്ക് പറഞ്ഞു, ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കാം, തീർച്ചയായും നിനക്ക് കഴിയും. അങ്ങനെ കുറച്ചാഴ്ചകൾ കൂടി അദ്ദേഹം പരിശീലനം നൽകി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നീ എല്ലാത്തിനും പ്രാപ്തയാണ്. തിങ്കളാഴ്ച ബസ്സിൽ കയറി, റോഡ് മുറിച്ചു കടന്നു, ഓഫീസിലെത്തി, എല്ലാം ശരിയായി. ചൊവ്വ ബുധൻ വ്യാഴം എല്ലാം ഭംഗിയായി നടന്നു. വെള്ളിയാഴ്ച പതിവ് പോലെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കാഴ്ചയില്ലാത്ത സ്ത്രീയാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാനൊരു ഭാഗ്യവതിയാണെന്ന് പറയുന്നത്? ഡ്രൈവർ പറഞ്ഞു, ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ഈ ബസ്സിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് റോഡിന്റെ മറുവശത്തായി ഒരു സൈനിക യൂണിഫോമിൽ ഒരു പുരുഷൻ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ റോഡ് കടക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പടികൾ കയറുമ്പോൾ അവൻ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വാതിൽ അടയുന്ന നിമിഷം അവൻ സല്യൂട്ട് ചെയ്യും, എന്നിട്ട് അവൻ തിരിച്ചു പോകും. ആ നിമിഷം സൂസന് മനസ്സിലായി, അത് തൻ്റെ ഭർത്താവാണെന്ന്. അവൾ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ അകലെയായിരുന്നെങ്കിലും അവൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വിവാഹത്തിന്റെ സാരാംശം. ഒപ്പം നടക്കുക മാത്രമല്ല, ഒപ്പം ഇല്ലാത്തപ്പോഴും കാവൽ നിൽക്കുക, കൈവിടാതെ പഠിപ്പിക്കുക, വിശ്വാസം നൽകി പിന്നിൽ നിന്ന് നോക്കുക, താഴെ വീഴാതെ സൂക്ഷിക്കുക. അതാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മൾ പരസ്പരം ചെയ്യേണ്ടത്. ഒരാളെ സംരക്ഷിക്കുക, ഒരാളെ കേൾക്കുക, ഒരാളെ പ്രോത്സാഹിപ്പിക്കുക, ഒരാളെ ഉയർത്തുക. വിവാഹം എന്നത് ഞാനും നീയുമല്ല, ഞാൻ നിന്നെ കാത്തു നിൽക്കും എന്ന പ്രതിജ്ഞയാണ്. സത്യമായ സ്നേഹം ഒപ്പം നടക്കുന്നതിൽ മാത്രം കാണിക്കേണ്ടതല്ല, ഒരാൾ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും അവനെ നോക്കി നിൽക്കുന്നതിലാണ് അതിൻ്റെ ആഴം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിശബ്ദമായി കാവൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നാം ശരിക്കും ഭാഗ്യവാന്മാരാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.